ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ചലഞ്ചാണ്, ഇപ്പൊ യൂട്യൂബിലൊക്കെ ഭയങ്കര വൈറലായിട്ട് നിൽക്കുന്ന ചലഞ്ചാണ് ട്രൂത്ത് ട്രൂത്ത് ഓർ ലൈ ചലഞ്ച്. അപ്പൊ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കുറെ പേർക്കൊക്കെ അറിയാം, പക്ഷെ എന്നാലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇപ്പൊ നമ്മൾ ഒരു സാധനം എടുക്കും, എന്ത് സാധനം വേണം എടുക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ബുക്കാണ് എടുക്കണമെന്ന് വെച്ചോ, നമ്മൾ അതില് ട്രൂത്തും പറയാം ലൈയും പറയാം. ഇപ്പൊ ബുക്ക് ആണെന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറയണ എന്റെ കയ്യിൽ ബുക്കാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ, അവള് എനിക്ക് മനസ്സിലാവുന്ന പറഞ്ഞില്ല, അവള് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ലൈക്ക് എത്ര പേജസ് ഉണ്ട്, അങ്ങനെ ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ നമ്മൾ അതിനൊക്കെ ആൻസർ ചെയ്യുമ്പോൾ അവള് ഗസ് ചെയ്ത് പറയണം അത് ട്രൂത്ത് ആണോ ലൈ ആണോ എന്ന്. അപ്പൊ ഇത് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല, പക്ഷെ കുറെ റൗണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് താമസിക്കാതെ നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് റൗണ്ടിലോട്ട് പോവാം. ഫസ്റ്റ് ആര്, നീ എടുക്കോ ഞാൻ എടുക്കോ? മീ. ഓക്കെ, ഞാൻ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങോട്ട് കള്ളക്കളി കാണിച്ച കാണാൻ വയ്യ. ഓക്കെ ഓക്കെ ഓക്കെ, ചോദിച്ചോ. ആ, എന്റെ കയ്യിലിരിക്കുന്നത് ഒരു പെൻസിലാണ്. പെൻസിൽ. ടേബിൾ കൊട്ടയാൻ. പെൻസിൽ വിച്ച് കമ്പനി? നട്രാജ്. ഏത് കളർ? ഒരു ഓറഞ്ചും ബ്ലാക്കും വരണം. റൈസർ ഉണ്ടോ? ഇല്ല ഇല്ല. ഇല്ല. പൊക്കി താഴായിട്ട്. കുത്തനായിടണോ ചരിച്ചിടണോ? ആദ്യം കുത്തനായിട്ട്. ഒന്നൂടെ. ചരിച്ചിട്ട. അതിലെന്തോ എഴുതിയേക്കുന്ന? നട്ടരാജ്. വേറൊന്നും എഴുതിയിട്ടില്ലേ? ഇല്ല. വേറൊന്നും ഇല്ല. ഇല്ല. എത്ര കൊറേ ചാൻസ് ആയി. ഓക്കെ, നീ പറഞ്ഞോ. ലൈ. ലൈ. അതേ, വേറെ സൗണ്ട് താഴെ ഇട്ടപ്പോ, കുത്തന ഇട്ടപ്പോ. അത് ഈ അടപ്പിന്റെ ഈ ഇങ്ങനെ ഇരുന്ന സാധനം. ഓക്കെ ഗൈസ്, ചേച്ചിക്ക് ഒരു പോയിന്റ് കിട്ടിയേക്കുവാണ്. അടുത്തത് ചേച്ചിയാണ്. ഓക്കെ, എന്റെ കയ്യിൽ ഫേസ് വാഷ്. ഫേസ് വാഷ്. ഫേസ് ഏത് കമ്പനി? ഹിമാലയ. ഹിമാലയ. ഓക്കെ, അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ? ഇൻഗ്രീഡിയൻസ് ഈ മെത്തോക്സൈനമേറ്റ്, കൊറേ കെമിക്കൽസ് പേരറിഞ്ഞൂടാ. ടൈറ്റാനിയം ഡയോക്സൈഡ്, ഫോസ്ഫോലിപ്പ്, അങ്ങനെ. അതിന്റെ അടപ്പ് തുറന്നാണ്. അടുത്തോട്ട് ചോറ് തുറന്നാ അടച്ച് തുറന്ന്. അടച്ച്. അത് ഈ ടേബിളിൽ കൊട്ടിയാണ്. ടേബിളിലാ? അടപ്പാണോ? അടപ്പാണ് കൊട്ടുന്ന. മറ്റേ സാധനം കുട്ടിയാണ്. അതില് ഫ്രണ്ടില് വേറെ വല്ല എഴുതിയിട്ടുണ്ടോ? ഫ്രണ്ടില് ഹിമാലയൻ ഫേസ് വാഷ്, പിമ്പിൾ ഫ്രീ, പാരബൻ ഫ്രീ, ഓൾ സ്കിൻ ടൈപ്സ്. അതിന്റെ അടപ്പ് ഊരാൻ പറ്റൂ? അടപ്പ് ഊരാൻ വലിച്ചൂരണം. വേണ്ട. ഊരണോ? വേണ്ട വേണ്ട. ഓക്കെ, ഞാൻ പറയട്ടാ. ട്രൂത്ത്. ട്രൂത്ത്. ഓക്കെ ഗായ്സ്, പോയിന്റ് ഫോർ മീ. അവിടെ ഞാൻ ഫേസ് വാഷ് മാറ്റി വെച്ച്. അതാണ് ഞാൻ അങ്ങോട്ട് നോക്കിയ. ഓക്കെ ഗൈസ്, നമുക്ക് അടുത്ത റൗണ്ടിലോട്ട്. ഓക്കെ, എന്റെ കയ്യില് ഒരു സവാളയാണ്. സവാള. സവാള. വലുതാ ചെറുതാ?
ഒരു മീഡിയം. മീഡിയം. താഴെ ഇട്ടെ, ടേബിളിലിട്ടാ. ഒന്നുകൂടെ. അതിന്റെ പുറത്തൊരു അതിങ്ങനെ കൈവച്ച് ഇങ്ങനെ റബ്ബ് ചെയ്ത. നില്ലേ. ഓക്കെ. ഉരുട്ടിയ ഇങ്ങനെ ടേബിളിൽ ഇങ്ങനെ കൈ കൊണ്ടാണ് കൈ വെച്ച് ഉരുട്ടാൻ. ഓക്കെ. ഒന്നുകൂടെ ടേബിളിലിട്ടെ. ഓക്കെ. ട്രൂത്ത്. ട്രൂത്ത്. യാ. സവാള. എനിക്ക് തോന്നി അതാണെന്ന്. ഓക്കെ. വെളുത്തുള്ളി. വെളുത്തുള്ളി. എനിക്കൊരു പോയിന്റ് ആണ്. അടുത്ത ചേച്ചി. എന്റെ ഉള്ളത് 110. പെൻ. പെൻ. ഏത് കളർ? ബ്ലാക്ക്. പുറത്താ? ഓ, പുറത്ത് ബ്ലാക്ക്. പുറത്ത് ബ്ലാക്ക്. ഏത് കമ്പനി? പെന്തോണി. ഓക്കെ. അതിന്റെ അടപ്പ് ഊരിയിട്ട് അടപ്പും മറ്റേ അതും കൂടെ ഒരുമിച്ചിട്. അടപ്പ് ഊരിയിട്ട് രണ്ടും ഒരുമിച്ച്. ഓക്കെ. അതില് എത്ര രൂപയാണ്? ഇതില് ഇതൊന്നും എഴുതിയിട്ടില്ല, വിലയൊന്നും എഴുതിയിട്ടില്ല. അതിന്റെ അടപ്പ് തുറന്നിട്ട് മറ്റേ ഹോളുള്ള ഭാഗമല്ലേ? ഹോളുള്ള ഭാഗമല്ലേ അടപ്പില്? അത് വെച്ച് ടേബിളിൽ കൊട്ട്. ഹോളുള്ള ഭാഗം വെച്ച് ടേബിളിൽ കൊട്ട്. പറയട്ടാ? ലൈ. അത് പെൻസിലാണെന്ന് തോന്നുന്നു. പെൻസില്. ലൈ ആണ്. അടപ്പും അതും കൂടെ ഒരുമിച്ച് പറഞ്ഞപ്പോ ഒരു സൗണ്ട് ഞാൻ കേട്ടോള്, 2 സൗണ്ട് കേൾക്കും. എന്റേല് ഒരു ഷാംപൂ. വിച്ച് കമ്പനി? ലോറിയൽ പാരീസ്. ഏത് കളർ? ബോട്ടിൽ വൈറ്റ്, ക്യാപ്പ് റെഡ്. എത്ര പ്രൈസ്? എത്ര പ്രൈസ്? 500. 500. അത് കുലിക്കാൻ നല്ലോണം കുലിക്കാണ്. ടേബിള് തട്ടിയ ഷാമ്പു അല്ലേ? ഓ. അടപ്പ് തുറന്ന. ഇൻഗ്രീഡിയൻസ് റീഡ്. ഇൻഗ്രീഡിയൻസ് നോക്കട്ടെ. വാട്ടർ, കൊക്കോ ബെറ്റൈൻ, സോഡിയം ഹൈഡ്രോക്സൈഡ്. അല്ല, രണ്ടാമത് എന്താ പറഞ്ഞ? കൊക്കോ ബെറ്റൈൻ, സോഡിയം ഹൈഡ്രോക്സൈഡ്. എന്ത് താമസം? ഫ്രാഗ്രൻസ്. ഗ്ലിസറിൻ ഷാമ്പൂ അല്ലേ? സിട്രിക് ആസിഡ്, സാലിസിലിക് ആസിഡ്, കോക്കനട്ട് ഓയിൽ. ഇത്രേ ഉള്ളു. ഒന്ന് പൊക്കിയിട്ട. ചരിച്ചിട ആദ്യം, എന്നിട്ട് പൊക്കി ഇങ്ങനെ ഇട്ട നേരെ കുത്തനെ.
500 രൂപ അല്ലേ? 500. ആ ലൈ 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 അതിങ്ങനെ 500 എന്ന് വരുന്ന ചിലപ്പോ 99 ലാസ്റ്റ് വരും. അല്ല 459. 459 കറക്റ്റ് വേണം. അല്ല അങ്ങനെയൊന്നുമില്ല അമ്മ, അങ്ങനെയൊന്നും ഇല്ലല്ല. നമുക്ക് ഇഷ്ടമുള്ള പറയാം. പക്ഷെ നീ അത് കണ്ടുപിടിക്കണം സൗണ്ട് ഒക്കെ വെച്ച്. നീ കാര്യം പറയട്ടാ, ഞാൻ ചോദിക്കണം അതിലുള്ളത് തന്നെ പറയണം. അടുത്തത് വേദ മനോജ്. മണം വന്നു നേരത്തെ. എന്റെ കയ്യിൽ ഉള്ളത് സൺഗ്ലാസ്. സൺഗ്ലാസ്. യാ സൺഗ്ലാസ്. അതിന്റെ പുറത്ത് ഡിസൈൻ വല്ലതും ഉണ്ടോ? ഡിസൈൻ മീൻസ് ലൈക്ക് സാധാ സൺഗ്ലാസ് ആണോ, ഡിസൈൻസ് വല്ലതും ഉള്ളതാണോ? സാധാ സൺഗ്ലാസ്. സാധാ സൺഗ്ലാസ്. വിത്ത് സാധാ സൺഗ്ലാസ്. സാധാ സൺഗ്ലാസ്. ഡിസൈൻ എന്തോ ഡിസൈൻ ആണ് ഉദ്ദേശിച്ചത്? ലൈക്ക് സാധാ ഒരു കണ്ണാടി പോലെയാണ്, അതില് ഗോൾഡ് കളർ ഡിസൈനാ അങ്ങനെ വല്ലോ? കണ്ണാടി ഒന്നുമില്ലല്ലോ, ഡിസൈൻ ഒന്നുമില്ലല്ലോ. ഡിസൈൻ ഇല്ല, കണ്ണാടിക്ക് ആവശ്യമുള്ള കാലൊക്കെ ഉണ്ട്. ഓക്കെ. ആ കാല് വെച്ച് ടേബിളിലടി. കാല് ഓക്കെ. കണ്ണാടി ഇങ്ങനെ അടച്ചിട്ട് താഴെ ഇട്. പൊട്ടും. കുഴപ്പമില്ല, കുറച്ച് മുളന്നിട്ടാ മതി. അടച്ചിട്ട് അടച്ചിട്ടല്ലേ ഇട്ടാ? ഓ, തുറന്നിട്ടിട്ടാ. ഇട്ടാ? ഓ, സൗണ്ട് ഒന്നും വന്നില്ല. ഏത് കളർ? ബ്ലൂ. ബ്ലൂ. ബ്ലാക്ക് സോറി, ബ്ലാക്ക്. ഓക്കെ. ഇത് ട്രൂത്ത് ആണ്. ട്രൂത്ത് പറഞ്ഞില്ലേ, എനിക്കറിയാമായിരുന്നു. ട്രൂത്ത്. ഓക്കെ, അടുത്താര്? ഞാനാണ്. എന്റെ ഒരു ലിപ്സ്റ്റിക്. ഏത് കമ്പനി? ഫേസസ് കാനഡ. ഏത് കളർ? പുറത്ത് ബ്ലാക്കും പിന്നെ പകുതി ലിപ്സ്റ്റിക്കിന്റെ കളർ. ലിപ്സ്റ്റിക് ഏത് കളർ? ലിപ്സ്റ്റിക് ഒരു ഓറഞ്ച് പിങ്ക് പോലത്തെ ഒരു കളർ. ഇങ്ങനെ അടപ്പും ഇതും സെപ്പറേറ്റ് പറഞ്ഞല്ലേ? അത് തുറന്ന്. തുറന്നു. രണ്ടും ഒരുമിച്ച് പൊട്ടിയ ടേബിൾ. ഒന്നൂടെ. റേറ്റ് എത്ര? റേറ്റ് 389. 389. ഇത് അടച്ചേക്ക് തന്നെ അല്ല, അടയ്ക്കണോ? അടക്കി. എന്നിട്ട് ടേബിളിലിട്ട്. ഒന്നൂടെ. റോള്. ഓക്കെ. ലൈ. ഓക്കെ. ഐലൈനർ ആണ് ഗായ്സ്. ഓക്കെ, അപ്പൊ അവക്കാണ് പോയിന്റ്. നെക്സ്റ്റ് ഈസ് വേദ മനോജ്. എന്റെ കയ്യിൽ ഹെയർ സ്പ്രേ.
യാ ഏത് കളർ ബോട്ടിൽ? ബ്രൗണും ഗോൾഡും. ബോട്ടിൽ ഏത് കളർ? ബോട്ടിൽ തന്നെ ബ്രൗണും ഗോൾഡും. ഓ, ഏത് കമ്പനി? കമ്പനി ലാക്മേ. എന്തോന്ന്? ലാക്മേ. ലാക്മേ. അതിന്റെ അടപ്പൂരി താഴെട്ട. അടുപ്പ് താഴെ ഇടുന്നോ? ഓക്കെ. സ്പ്രേ ചെയ്താണ്. സ്പ്രേ ചെയ്യൂല. സ്മെൽ വരും. സോ ഐ കാൺ. ഹെയർ സ്പ്രേക്ക് സ്മെൽ ഇല്ലല്ലോ. ഹെയർ സ്പ്രേക്ക് സ്മെൽ ഉണ്ടാ. അതിപ്പോ ഞാൻ എങ്ങനെ അറിയുന്നത്? സൗണ്ട് വല്ലതും. ആ സ്പ്രേ ചെയ്യണ സാധനം ഇല്ലേ, അത് വെച്ച് ഈ ടേബിളിലോട്ട്. ഓക്കെ. ബോട്ടിലിന്റെ സൈസ് എത്ര വരും? ഒരു മീഡിയം. മീഡിയം എന്ന് പറയുമ്പോ മീഡിയം. കൈന്റെ അത്രേ? ഓക്കെ. കൈയിന്റെ അത്ര അല്ല, പിന്നെ പാമിന്റെ അത്ര. ഓക്കെ. കൈന്റെ അത്ര. അതിന്റെ റേറ്റ് എത്രയാണ്? റേറ്റ് ഇതിന്ന് മാഞ്ഞു പോയി. അങ്ങനെ മാഞ്ഞു പോണ ടൈപ്പാണ്. ഇതില്ല, ചെറുതായിട്ട് കാണാം. ഹെയർ സ്പ്രേ അല്ലേ വാ? അത് പെർഫ്യൂം. ഓക്കെ. എനിക്ക് സാധനം. നിനക്ക് തീർന്നാ? ഇല്ല. അടുത്തത് ഞാനാണ്. ഇത് ലാസ്റ്റ് റൗണ്ട് ആണ്. എനിക്കൊരു സാധനവും ചേച്ചിക്ക് ഒരു സാധനവും കൂടെ ഉണ്ടേ. എന്റെ കയ്യിൽ ഒരു ഫോണാണ്. ഫോൺ. ഏത് ഫോൺ? നോക്കിയ. ഏത് കളർ? ബ്ലൂ. നോക്കിയാന്ന് അത് അവിടെ എവിടെയാണ് എഴുതിയേക്കുന്നത്? സ്ക്രീനിന്റെ കുറച്ച് താഴെ, എന്നുവെച്ചാ നീലയുടെ കുറച്ച് മുകളില്. കീപാഡിന്റെ മുകളില്. അവിടെയല്ലേ? ഓ. ബട്ടൺ പ്രസ് ചെയ്ത് അടുത്തോട്ട് വാ. അയ്യോ സോറി. പ്രസ് ചെയ്യുവാണ്. ഒന്നാണ് പ്രസ് ചെയ്ത്. കേക്കാമോ? ഇല്ല. അവിടെ കൊട്ടി. ബാക്കിൽ എന്തേലും എഴുതിയിട്ടുണ്ടാ? ബാക്കില് നോക്കണ്ട. ബാക്കില് നോക്കിയാന്ന് എഴുതിയേക്കുന്നത്. ബാക്കിലും നോക്കിയ. അതില് ടൈം എത്ര കാണിക്കണം? ടൈമാ 7:10. ഡേറ്റ് 22/6/2026. 2026. വീക്കാ? വീക്കൊന്നുമില്ല. വീക്കില്ല. വാൾപേപ്പർ എന്തോ? വാൾപേപ്പർ ഒരു നീല കളർ, പിങ്ക് കളർ. ട്രൂവാ? മൈ നോക്കിയ. അതെങ്ങനെ മനസ്സിലായി? ടൈം കറക്റ്റ് പറഞ്ഞോണ്ടാ? നോക്കിയ മുകളിലാണ് എഴുതുന്നത്, ചിലതിൽ താഴെ നോക്കിയാന്ന് എഴുതുന്നത്. മൈ നോക്കിയ താഴെ. ഓക്കെ. ഇനി നീ ഉണ്ട്, അവിടെ ഉണ്ടോ? ഒരു റൗണ്ട് കൂടെ ഉണ്ട്. ഒരു റൗണ്ടും കൂടാ. ഓക്കെ ഗൈസ്, എൻ്റെ ഉള്ളത്
ഒരു ഹെഡ്ഫോൺ. ഓക്കെ, ഹെഡ്ഫോൺ. ഏത് കളർ? വൈറ്റ് ആൻഡ് പിങ്ക്. ഓക്കെ. അതില് വൈറ്റ് എവിടെയാണ് പറയണ? വൈറ്റ് വയർ ഇതിന്റെ വയറ്. Yeah. വേറെ എവിടെ ഇല്ലേ വൈറ്റ്? വേറെ ഉണ്ട്, കുറച്ച് വൈറ്റും കുറച്ച് പിങ്കും. ഓക്കെ ഓക്കെ. അത് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്താണ്. സ്ട്രെച്ച് മീൻസ് സ്ട്രെച്ച് ചെയ്യുമ്പോ ഇവിടെ ഇരിക്കണ മറ്റേ പിങ്ക് ഹെഡ്ഫോൺ അല്ലേ? യു കാൻഡ് ആസ്ക് ക്വസ്റ്റ്യൻസ് ലൈക്ക് ദാറ്റ്. അല്ലേ, പിങ്ക് ഹെഡ്ഫോൺ അല്ലേ ഇവിടെ ഉള്ള? അതല്ല ഞാൻ പറഞ്ഞ ഹെഡ്ഫോൺ എന്നാണ്. നീ അത് സ്ട്രെച്ച് ചെയ്യും മറ്റേ സംഭവം, ടിക് ടിക് എന്നൊരു സൗണ്ട്. ഒന്നുകൂടെ ഒന്നുകൂടെ ചെയ്താ അതിന്റെ ഈ പാട്ട് കേക്കണ സ്ഥലം വെച്ച് ടേബിളിലോട്ട്. പാട്ട് കേക്കുന്ന ഓക്കെ. ആ പാട്ട് കേൾക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ നഖം കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയാണ്. ഓക്കെ ഓക്കെ അതെ. ഓക്കെ, എങ്ങനത്തെ പിങ്ക് ആണ്? ലൈറ്റ് ആണോ? ലൈറ്റ് പിങ്ക്. ഓക്കെ, ട്രൂത്ത്. ഓക്കെ ഗായ്സ്, ഇതാണ് നേരത്തെ താഴെ വീണത് ആണോ? പക്ഷെ അപ്പഴേ നോക്കിയാൽ മതിയായിരുന്നു. ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എത്രയാണ് പോയിന്റ് എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ വീഡിയോയിൽ പറയണം പിന്നെ. വീഡിയോയിൽ കാണിക്കാം പോയിന്റ്. അപ്പോ ആരാണ് ജയിച്ചത് എന്നുള്ളത് ഞങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത ഇതിന് അടിപൊളിയായിട്ട് ചില ചലഞ്ച് ആയിട്ട് അടുത്ത കാണാം. ബൈ ഗൈസ്.